അസ്സലാമലൈക്കും. ഓയ് വലൈക്കും സലാം. ഉമ്മ, എൻ്റെ വാപ്പൻ്റെ ഒരു ചെറുപ്പത്തിലൊക്കെ ഉള്ള കഥകൾ എന്തെന്നൊക്കെയാണ്. നിങ്ങൾ പെയ്യങ്കണ്ടി കുന്നുമ്മലാണല്ലോ വാപ്പ വളർന്നതും വാപ്പൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉള്ളതൊക്കെ. അന്നത്തെ കാലം എന്തെന്നാണ് നിങ്ങളൊരു? അന്നത്തെ കാലം എന്ന് വെച്ചാൽ എന്നെ ചെറിയതായപ്പോൾ തന്നെ എൻ്റെ വാപ്പ വായക്കാട് നിന്ന് വന്ന് എന്നെ കെട്ടി. എൻ്റെ വാപ്പ എൻ്റെ വല്യാപ്പല്ലേ? വല്യാപ്പ എന്നല്ല, എൻ്റെ വല്യാപ്പ എന്ന് പറഞ്ഞിങ്ങനെ ആയിപ്പോയതാ. വല്യാപ്പ വല്യാപ്പ കുട്ടിയത്തമ്മേശ്ശേരി പറഞ്ഞ് പറയുന്ന കുഴപ്പമുണ്ടോ? കുട്ടിയത്തമ്മേശ്ശേരി പറഞ്ഞ് കഥീത്ത എനിക്ക് ആൺകുട്ടികളില്ലാത്തതല്ലേ, എനിക്ക് ഞാനൊരു കുട്ടീനെ തരാം, ഇനി പൂറ്റിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഒട്ടുമുട്ടും തിരിയാത്ത കാലത്താണ് എൻ്റെ വല്യാപ്പ എന്നെ കെട്ടി. അങ്ങനെ എല്ലാം കൂടി നിന്ന് ഞങ്ങളെല്ലാം എല്ലാവരും പണിക്ക് പോകാൻ തുടങ്ങി. പണിക്ക് പോകലും കൊണ്ടുവരലും വെച്ചുണ്ടാക്കലും തിന്നലും അങ്ങനെ അല്ല അത് പറയട്ടെ. പിന്നെ അങ്ങനെ അതിന് കഴിഞ്ഞില്ലേ. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വാപ്പ ഇട്ടൊരു പോക്കാട്ടിട്ട്. വാപ്പ ഇട്ടൊരു പോക്ക് ഞാൻ പിന്നെ ഇന്ന സ്ഥലത്തേക്കാണെന്നൊന്നും പറഞ്ഞില്ല. പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ആഫീസുകാരെ കാട് വെട്ടി മക്കളെ പോറ്റി നടക്കലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മോനെ സുന്നത്ത് കഴിക്കാൻ വരെ ഒരു വയ്യില്ലായിട്ട് അടുത്ത വീട്ടുകാരുടെ സുന്നത്ത് കഴിക്കാൻ ആൾക്കാർ വന്ന് പിന്നെ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ മോൻ്റെ കൂടി ഒന്ന് കഴിച്ച് തന്നെ എന്നെക്കൊണ്ട് യാതൊരു കഴിവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒസാൻ വന്നാൽ സുന്നത്ത് കഴിച്ച് തന്നതാണ്, വെറുതെ കഴിച്ച് തന്നതാണ് കഴിവില്ലായിട്ട്. ആ വാപ്പ പോയിട്ട് യാതൊരു അഡ്രസ്സും ഉണ്ടായില്ല. അങ്ങനെയാണ് മക്കളെ ഉണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ ആഫീസുകാരെ പണിയെടുത്ത് പൂട്ടിയുണ്ടാക്കി. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനൊന്നും വയ്യില്ല. ഞങ്ങൾക്കൊരു നിമിഷത്തിൽ അടുത്ത പുരക്കാർ കൊടുക്കും. എൻ്റെ മോനെ അടുത്ത വരിയിൽ പോയി ഭക്ഷണം കഴിക്കും. ഓലെ വീട്ടിൽ നിന്നും ഞങ്ങളെ വീട്ടിൽ നിന്നും കൊണ്ടൊക്കെ കഴിഞ്ഞതായിരുന്നു. പെയ്യങ്കണ്ടി കുന്നുമൽ ഒത്തരുമുള്ള നല്ലൊരു സ്ഥലങ്ങളാണ്. ഹിന്ദു മുസ്ലിം എന്നുള്ള കണക്കൊന്നുമില്ല. കിട്ടുന്നതൊക്കെ വെള്ളം കട്ടൻ ചായ ആണെങ്കിൽ അതും കുടിക്കും. അന്നത്തെ കാലത്ത് പോളിയും കട്ടൻ ചായ അതിന് കുടിച്ചിന്. അത് എന്നാലും ഓള് കൊച്ചി എന്ന് പറഞ്ഞോള് കൊച്ചി എന്ന് പറഞ്ഞോളോട് ഇപ്പം മരിച്ചുപോയി. ഓക്ക് 4-5 മക്കളുണ്ട്. ഓലെ കൂട്ടത്തിലാണ് എൻ്റെ മോന് വളർന്നത്. അപ്പോൾ ഓലെ നല്ലോണം കൊണ്ടുവരക്കും. ഓലാണ് ചോറും തിന്ന് ചിലപ്പോൾ അവിടെ ഒരു ചാക്കിൻ്റെ അണ്ടത്തിൽ ചുണ്ട് കിടക്കുകയും ചെയ്യും. ഞാൻ വിളിച്ചാലൊന്നും വരില്ല. ഞങ്ങൾ മുറ്റത്ത് തന്നെ ആയിരുന്നു വരക്കാർ, അടുത്തടുത്ത വരക്കാരായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ രണ്ടാമത്തെ പ്രസവിച്ചപ്പോൾ പെറ്റ് 40 കഴിയുന്നതിൻ്റെ മുമ്പേ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ ഞാൻ പ്രസവിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവൻ്റെ അഡ്രസ്സൊന്നും ഉണ്ടായിട്ടില്ല. വല്യാപ്പൻ്റെ അഡ്രസ്സൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ വല്യാപ്പൻ്റെ അഡ്രസ്സൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ മക്കളുണ്ടെങ്കിൽ പിന്നെ ഓനെ സ്കൂൾ ചേർത്താനായപ്പോഴത്തേന് സ്കൂൾ ചേർത്തി. കണ്ണോത്ത് എന്ന് പറയുന്നത് കുപ്പായക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു. പിന്നെ ഈ 2 കൊണ്ട് ചേർത്തി. ഞാൻ പണിക്കും പോവും. പിന്നെ പെന്ന് വാങ്ങിക്കൊടുക്കാനില്ല, പെൻസിൽ വാങ്ങിക്കൊടുക്കാൻ കഴിവില്ല, ബുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാക്കി കണ്ണോത്തെ കയറ്റിട്ട് ജനം കാടായിരുന്നു. ആ കാട്ടിനുള്ളിൽ മക്കൾ പോകേണ്ടിയിരുന്നു. അങ്ങനെ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിക്കും. വരുമ്പോൾ ബുക്ക് ഉണ്ടാവില്ല, പെന്നുണ്ടാവില്ല. അത് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്തതിനെ കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ മടിയായിരുന്നു. അങ്ങനെയാണ് ഓൻ്റെ പഠിപ്പ് കുറഞ്ഞത്. പിന്നെ ഉണ്ടി നീക്കി അങ്ങനെയൊക്കെ ഒപ്പിച്ച് ആണ് 5 വരെ പോയത്. അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ മോന് എൻ്റെ മക്കൾ ജീവിച്ചത്, വളർന്നു വന്നത്. നാട്ടുകാരെ സഹായം കൊണ്ട് ആണ്. കൂടുതൽ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.